എല്ലാവർക്കും നമസ്കാരം. MIT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ എക്സാം സ്പെഷ്യൽ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് പാർട്ട് 6 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മുടെ 23ാമത്തെ ചോദ്യം നോക്കുകയുള്ളൂ. നമ്മൾ 22 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന 23ാമത്തെ ചോദ്യം നോക്കാം. 7 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 4th മൊഡ്യൂളിൽ നിന്ന്. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, CIF എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C z² + 2z + 3 by z² - 1 dz where C is mod z - 1 is equal to 1. ഓക്കെ, അപ്പോൾ ആ റീജിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്. mod z - 1 is equal to 1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മോഡ് ഐ എം കമ്പയറിങ് ദിസ് വിത്ത് മോഡ് z - a is equal to r. അപ്പോൾ അവിടുന്ന് a is equal to 1 എന്ന് കിട്ടും. 1 എന്ന് പറഞ്ഞാൽ 1 + 0 i ആണ്, അതായത് 1,1 ആണ്, 1,0 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ് അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ് എന്താണ്? 1,0. അപ്പോൾ അതാണ് സെൻറ്റർ. 1,0യും റേഡിയസ് നേരിട്ട് കമ്പാരിസൺ വഴി കിട്ടുന്നുണ്ട്. റേഡിയസ് 1ഉമായിട്ടുള്ള സെൻറ്റർ 1,0യും റേഡിയസ് 1ഉമായിട്ടുള്ള ഒരു സർക്കിളാണ് നമ്മുടെ റീജിയൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ്. സെൻറ്റർ എന്ത് പറയണം? 1,0, x-ന്ന് 1, y 0. അപ്പോൾ ഇവിടെ വരും 10 സെൻറ്റർ. പിന്നെ റേഡിയസ് 1. റേഡിയസ് 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ കടന്നു പോകും അല്ലേ. 1 റേഡിയസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സെൻറ്റർ 10യും റേഡിയസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് കറക്റ്റ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യാൻ റേഡിയസ് 1 ആയതുകൊണ്ട് ശരിയല്ലേ. പിന്നെ ഇവിടുന്ന് 1 + 1 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സെൻറ്റേഡ് അറ്റ് 10യും റേഡിയസ് 1ഉമായിട്ടുള്ള സർക്കിളാണ് ഞാനിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റീജിയൺ. ഇനി നമ്മൾ അടുത്ത് എന്താ നോക്കണ്ടേ? സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ സിംഗുലാർ പോയിന്റ് ഈ റീജിയണിനുള്ളിലാണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ അതിനുവേണ്ടി ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ഞാൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ z² - 1 is equal to 0. ഓക്കെ, എന്താണ് സിംഗുലാർ പോയിന്റ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സിംഗുലാർ പോയിന്റ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കത്തില്ല. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനാലിറ്റിക് എന്ന് പറയാം. അനലിറ്റിക് ആവാത്ത പോയിന്റുകളാണ്. അനലിറ്റിക് ആവണമെങ്കിൽ ഡിഫൈൻഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ അനലിറ്റിക് ആവാത്ത പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്. നേരത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി, പോള്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനെല്ലാം എക്സാമ്പിൾ സഹിതം എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ z² - 1 is equal to 0, അവിടെ നിന്ന് എന്ത് കിട്ടും? z² = 1 എന്ന് കിട്ടും. z is equal to √1 എന്ന് കിട്ടും. അതെന്താണ്? +or -1. ഇപ്പോൾ +1 ഉണ്ട് -1 ഉണ്ട്, ഒന്ന് എടുത്തെഴുതുവാണേ. 1 ഉണ്ട് -1 ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇൻസൈഡ് ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുക. 1 ഇൻസൈഡാണ്, ഞാനത് ഇൻറ്റു ഇട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. -1 ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് വരുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടി. ഇൻസൈഡ് വരുന്ന ആളാരാണ്? ഇൻസൈഡ് വരുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ z is equal to 1 ആണ് ഇൻസൈഡ്, z is equal to -1 ഔട്ട്സൈഡ്. അപ്പോൾ ഇൻസൈഡ് വരുന്ന ഫാക്ടർ z +1 ഇപ്പുറം എടുക്കുമ്പോൾ -1, ശരിയല്ലേ. z -1 ആണ് ഇൻസൈഡ് വരുന്ന ഫാക്ടർ. ഇവിടെ -1 ഇപ്പുറം എടുക്കുമ്പോൾ z +1. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ z² - 1നെ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം അല്ലേ. വേണമെങ്കിൽ a² - b², a + b × a - b എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഇങ്ങനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇൻസൈഡ് വരുന്ന ഫാക്ടർ ഇതാണ്. ഇൻസൈഡ് നിൽക്കുന്ന ആൾ ഇതാണ്, ഔട്ട്സൈഡ് നിൽക്കുന്ന ആൾ ഇതാണ്. ശരിയാണല്ലോ. അപ്പോൾ ഇൻസൈഡ് നിൽക്കുന്ന ആളെയും ഔട്ട്സൈഡ് നിൽക്കുന്ന ആളെയും കണ്ടുപിടിച്ചു. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അനുസരിച്ച് ഔട്ട്സൈഡ് നിൽക്കുന്ന ആളെ ന്യൂമറേറ്ററിലേക്ക് വിടണം, ഇൻസൈഡ് നിൽക്കുന്ന ആൾ മാത്രം മതി ഡിനോമിനേറ്ററിൽ. അത് നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കും. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C f(z) ഡിവൈഡഡ് ബൈ z - a dz is equal to 2πi into f of a lies inside C. a എന്നുള്ളത് എവിടെ ആയിരിക്കണം? ഇൻസൈഡ് C ആയിരിക്കണം. a lies inside C. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഇൻ്റഗ്രൽ
z square plus 2z plus 3, z square plus 2z plus 3 divided by z സ്ക്വയർ മൈനസ് 1 ആണ് അല്ലെ. ആക്ച്വലി ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ആളാരാണെന്ന് നോക്കിക്കേ, z സ്ക്വയർ മൈനസ് 1 dz ആണ്. ഞാൻ അതിനെ എന്ത് ചെയ്യാൻ നോക്കിക്കോണേ, ഫാക്ടറൈസ് ചെയ്യും. നമുക്ക് ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇതിനെ z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എന്ന് എഴുതും അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിൽ ഇൻസൈഡ് വരുന്ന ഫാക്ടർ ആരാ നോക്കുക. ഇൻസൈഡ് വരുന്ന ആൾ z മൈനസ് 1 ആണ്. അപ്പോൾ അത് താഴെ നിർത്തിക്കൊണ്ട് z പ്ലസ് 1നെ ന്യൂമറേറ്ററിൻ്റെ കൂടെ വിടണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മാറുന്ന നോക്കിയാണേ. മോളിൽ ഓൾറെഡി z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 ഉണ്ട്. z പ്ലസ് 1നെയും കൂടെ ഞാൻ ന്യൂമറേറ്ററിലോട്ട് വിട്ടു. ഓക്കെ, അപ്പോൾ ഇതായി നമ്മുടെ ന്യൂമറേറ്റർ. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ z മൈനസ് 1 മാത്രം മതി. ഇപ്പോൾ നമ്മുടെ CAFൻ്റെ സ്റ്റാൻഡേർഡ് ഫോമായി ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ദാറ്റ് എ ലൈസ് ഇൻസൈഡ് സി എന്നുള്ള രീതിയിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? 2πi ഇൻറ്റു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് 1. അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് നമുക്കറിയാം. ന്യൂമറേറ്ററിൽ നിൽക്കുന്ന ആൾ ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1. ഇതാണ് എഫ് ഓഫ് ഇസഡ്. അവിടെ നിന്ന് എഫ് ഓഫ് 1 കണ്ടുപിടിച്ചേ. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 ഇൻറ്റു 1 2 പ്ലസ് 3 ബൈ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. 3 2 5 1 6. 6/2. ആൻസർ എത്ര വരുന്നത്? 3 ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഫൈനൽ ആൻസർ പറഞ്ഞേ. ദെയർഫോർ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് 1ന് വരെ എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. 2πi ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 6πi. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഇത്രയും ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 7 മാർക്സ് കിട്ടുന്നത്. ക്ലിയർ ആയിട്ട് സ്കോർ ചെയ്യാമല്ലോ. ഈസി അല്ലേ? ഇപ്പം കറക്റ്റ് ആദ്യം സിംഗുലർ പോയിന്റിന് ഇതിൻ്റെ ഡിവിഷൻ പറയാം. സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുന്ന മാർഗമുണ്ട്, ഫോർമുല എഴുതുന്നതിന് മാർഗമുണ്ട്, ചിത്രം വരച്ച് അത് ഇൻസൈഡ് ഔട്ട്സൈഡ് മാർക്ക് ചെയ്യുന്നതിന് മാർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന സിംപ്ലിഫിക്കേഷൻ, അതിനകത്ത് 2 മാർക്ക് എഫ് ഓഫ് 1 കണ്ടുപിടിക്കുന്നതിന് വരുന്നുണ്ട്. പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മാർക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 7 മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ z പ്ലസ് 4 z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 dz where c is mod z plus 1 minus I is equal to 2. 7 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ജോലി എന്താണ്? ഈ ചിത്രം ഒന്ന് വരച്ച് വയ്ക്കാം. നമുക്കറിയാം മോഡ് z മൈനസ് എ ഇസ് ഈക്വൽ ടു r ആണ് നമ്മുടെ സർക്കിള്. അപ്പോൾ മോഡ് z പ്ലസ് 1 മൈനസ് I ഇസ് ഈക്വൽ ടു 2 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ മോഡ് ഞാനൊരു മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് -1 പ്ലസ് I എന്ന് എഴുതാം. ശരിയാണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 2. ഈ മൈനസ് ഉള്ളിലേക്ക് വന്നാൽ മൈനസ് ഓഫ് -1 പ്ലസ് 1 കിട്ടും. മൈനസ് ഓഫ് പ്ലസ് I എനിക്ക് മൈനസ് I കിട്ടും. ആൻഡ് ഐ എം കമ്പയറിംഗ് ദിസ് വിത്ത് മോഡ് z മൈനസ് എ ഇസ് ഈക്വൽ ടു r. അപ്പോൾ എനിക്ക് സെൻറ്റർ എയും കിട്ടി, റേഡിയസ് 2ഉം കിട്ടി. എ എന്ന് പറയുന്നത് എന്താണ്? -1 പ്ലസ് I. കറസ്പോണ്ടിങ് കോർഡിനേറ്റ് -1ഉം ഐയുടെ കൂടെ നിൽക്കുന്ന 1ഉം. അപ്പോൾ -1 1 സെൻറ്ററും r 2 ആണ്, റേഡിയസ് 2ഉമായിട്ടുള്ള ഒരു സർക്കിളാണ് എൻ്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ. അത് ഞാനൊന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്. -1 1 സെൻറ്റർ വരണം, റേഡിയസ് 2ഉം വരണം. ഓക്കെ, നോക്കിക്കേ, -1 1 സെൻറ്ററും റേഡിയസ് 2ഉം വരുന്ന സർക്കിൾ എന്താണ്? -1 എക്സിൽ നിന്ന് -1 വൈയിൽ നിന്ന് 1. അപ്പോൾ ഇവിടെ -1 1 സെൻറ്റർ വരുന്നു. ഓക്കെ, ഏകദേശം ചിത്രം വരച്ചാൽ മതി. റേഡിയസ് 2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 യൂണിറ്റ് ഉണ്ട്, ഒരു 1ഉം കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഏകദേശം ഇവിടെ 1 യൂണിറ്റിൻ്റെ അവിടെ ആയിരിക്കും വരിക. പിന്നെ ഒരു -1 ഇങ്ങോട്ട് വരും, -1ൽ നിന്ന് ഒരു -2, അപ്പോൾ ഒരു -3, ഏകദേശം ഇവിടെ ഒരു -3യുടെ അവിടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. മുകളിലേക്കാണെങ്കിൽ നമുക്ക് y കോർഡിനേറ്റ് ആണ് വേരിയേഷൻ വരുന്നത്. 1ൻ്റെ കൂടെ 2 കൂട്ടുക, 1ൻ്റെ കൂടെ 2 കൂട്ടിയ ഒരു 3, ഏകദേശം ഇവിടെ ഒരു 3യുടെ നേരെ അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 2 ആഡ് ചെയ്താൽ ഏകദേശം ഈ 1ൻ്റെ നേരെ -1ൻ്റെ അവിടെ കടന്നു പോകുന്നുണ്ടാവും. ഏകദേശം ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഫിഗർ ഏകദേശം തന്നെ ഇങ്ങനത്തെ ഒരു ഫിഗറാണ് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, കിട്ടുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? -1 1 സെൻറ്ററും റേഡിയസ് 2ഉമായിട്ട് വരുന്ന ഒരു സർക്കിൾ ഞാൻ വരച്ചു വെച്ചു.
ഇനി എൻ്റെ അടുത്ത ജോലി സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആ സിംഗുലാർ പോയിന്റ്സ് ഈ സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ സിംഗുലാർ പോയിന്റ്സ് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കണേ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 ഇസ് ഈക്വൽ ടു എന്താണ് 0. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല 4th മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. ഓക്കെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുകയാണേ. ഇസഡ് സ്ക്വയർ പ്ലസ് 2z ഈക്വൽ ടു -5 ഇസഡ് സ്ക്വയർ പ്ലസ് 2z. ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 2, 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1 ഞാൻ രണ്ട് സൈഡിലും ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതെന്തായി, ഇസഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 എന്ന് വരും. അവിടുന്ന് ഇസഡ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i എന്ന് വരും. അവിടുന്ന് ഇസഡ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് 2i എന്ന് വരും. അപ്പോൾ ഞാനിങ്ങനെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക, കോയിഫിഷ്യൻ്റ് അടിച്ചു കൊടുക്കുക, റൂട്ട് കണ്ടുപിടിക്കുക. ഹൗ ടു സോൾവ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് ഈ റൂട്ട് കിട്ടും, -1 പ്ലസ് ഓർ മൈനസ് 2i എന്നുള്ള റൂട്ട് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതുന്നുണ്ട്. ഒന്ന് -1 പ്ലസ് 2i എന്നുള്ളൊരു റൂട്ട് എനിക്ക് വരുന്നുണ്ട്. പിന്നെ എനിക്ക് -1 മൈനസ് 2i എന്നുള്ള റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ഞാൻ എഴുതുമ്പോൾ -1 2 എന്നുള്ള ഒരു കോർഡിനേറ്റ് വരുന്നുണ്ട്, -1 മൈനസ് 2 എന്നുള്ള ഒരു കോർഡിനേറ്റും വരുന്നുണ്ട്. ഓക്കെ, a പ്ലസ് ib ആണെങ്കിൽ a, b ആണ് കോർഡിനേറ്റ് എന്നറിയാം. അപ്പോൾ ഇതിന് ആരാണ് പുറത്ത് നിൽക്കുന്നത്, ആരാണ് അകത്ത് നിൽക്കുന്നത്, അതാണ് എനിക്കിനി അറിയേണ്ടത്. -1 2, എക്സ് ആക്സിൽ നിന്ന് -1, വൈ ആക്സിൽ നിന്ന് 2. ഞാനൊരു ഇൻറ്റു വരയ്ക്കുന്നുണ്ട്. ഞാനൊരു ബ്ലൂ കളറിൽ ഒരു ഇൻറ്റു വരയ്ക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ വരും. -1 2 എന്നുള്ള പോയിന്റ് ഏകദേശം ഇവിടെയാണ് വരിക. ശരിയാണല്ലോ, കാരണം മുകളിൽ 3 വരെ പോകുന്നുണ്ട്. അപ്പോൾ -1 2 ഏകദേശം അതിന് ഇൻസൈഡ് ആണ് വരിക. -1 -2 താഴെ -1 വരെ വരുന്നുള്ളൂ. അപ്പോൾ -1 -2 എടുക്കുകയാണെങ്കിൽ പുറത്താണ് വരിക. ശരിയല്ലേ, എക്സിൽ നിന്ന് -1, വൈയിൽ നിന്ന് -2 എടുക്കുകയാണെങ്കിൽ -1 -2 പുറത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു -1 2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 2i. ഈ കാണുന്ന ഫാക്ടർ ഇൻസൈഡ് ആണ്. അപ്പോൾ ഇപ്പോൾ എടുത്താൽ ഇസഡ് പ്ലസ് 1 മൈനസ് 2i, ഇത് ഇൻസൈഡ് വരുന്ന ഫാക്ടറാണ്. അതേപോലെ ഇസഡ് എന്ന് പറഞ്ഞാൽ -1 മൈനസ് 2i, ഇപ്പോൾ എടുത്താൽ ഇസഡ് പ്ലസ് 1 പ്ലസ് 2i, ഇത് ഔട്ട്സൈഡ് വരുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇയാളാണ് ഇൻസൈഡ് വരുന്ന ആള്, ഇയാളാണ് ഔട്ട്സൈഡ് വരുന്ന ആള്. ശരിയല്ലേ, അപ്പോൾ അത് ഞാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. പറയാം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണെങ്കിൽ ഔട്ട്സൈഡ് വരുന്ന ആളെ ന്യൂമറേറ്ററിൻ്റെ കൂടെ മേളിലേക്ക് വിടുക, ഇൻസൈഡ് വരുന്ന ആൾ മാത്രം മതി താഴെ. ശരിയല്ലേ, അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇസഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5നെ ഫാക്ടറൈസ് ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടും. അതിൽ ഇൻസൈഡ് വരുന്ന ഫാക്ടർ കണ്ടുപിടിച്ചു, ഔട്ട്സൈഡ് വരുന്ന ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി ഞാൻ അടുത്ത ചെയ്യേണ്ട ജോലി എന്താണ്, ഇൻസൈഡ് വരുന്ന ഫാക്ടർ മാത്രം ഡിനോമിനേറ്റർ നിർത്തിക്കൊണ്ട് ഔട്ട്സൈഡ് വരുന്ന ഫാക്ടർ നേരെ ന്യൂമറേറ്ററിലേക്ക് വിടുക. ഇൻ്റഗ്രൽ പറഞ്ഞേ ഇസഡ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ, ഞാൻ ഡിനോമിനേറ്റർ ആദ്യം ഫാക്ടറൈസ് ചെയ്ത് എഴുതാം, സമാധാനത്തിൽ ചെയ്താൽ മതി. ഇസഡ് പ്ലസ് 1 മൈനസ് 2i ഉണ്ട്, ഇസഡ് പ്ലസ് 1 മൈനസ് 2i ഇൻറ്റു അടുത്ത വരുന്ന ആളാരാന്ന് പറഞ്ഞേ, ഇസഡ് പ്ലസ് 1 പ്ലസ് 2i ഉണ്ട്, ഇസഡ് പ്ലസ് 1 പ്ലസ് 2i dz. ഓക്കെ ആണേ. അപ്പം ഞാൻ ഇൻസൈഡ് വരുന്ന ആൾ താഴെ മതി. ഇൻസൈഡ് വരുന്നത് ഇസഡ് പ്ലസ് 1 മൈനസ് 2i ആണ്. ഇത് ഇൻസൈഡ്, ഈ കാണുന്ന ആൾ ഇൻസൈഡ് ആണ്, ഈ കാണുന്ന സാധനം ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് വരുന്ന ആൾ നേരെ ന്യൂമറേറ്ററിലേക്ക് വിടുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പരിപാടി അത്. ഇസഡ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് 2i, അത് നേരെ ന്യൂമറേറ്ററിലേക്ക് പോയി. താഴെ ആരുണ്ട്, ഇസഡ് പ്ലസ് 1 മൈനസ് 2i ഉണ്ട്. ഓക്കെ ആണേ, യെസ്, ഇത്രയും എന്താണ് dz. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പ്രകാരം എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ dz ആക്കണം. പിന്നെ നിങ്ങൾ അടുത്ത് എഴുതി വെക്കേണ്ടത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. വി നോ ദാറ്റ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണ്, ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ dz ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ വെർ എ ലൈസ് ഇൻസൈഡ് സി. എ എവിടെ ആയിരിക്കണം, ഇൻസൈഡ് സി ആയിരിക്കണം. ഓക്കെ ആണല്ലോ, എ ലൈസ് ഇൻസൈഡ് സി. അപ്പോൾ താഴെ മൈനസ് വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നോക്കിക്കോ. ഇസഡ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് 2i, താഴെ മൈനസ് വരാൻ വേണ്ടി ഇസഡ് കഴിഞ്ഞൊരു മൈനസ് ഇങ്ങ് പുറത്തെടുത്താൽ -1 പ്ലസ് 2i എന്നാക്കാം. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് ഓഫ് -1 പ്ലസ് 1 കിട്ടും, മൈനസ് ഓഫ് പ്ലസ് 2i -2i കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, മുകളിൽ എഫ് ഓഫ് ഇസഡ് ആയി,
താഴെ ഇസഡ് മൈനസ് എ ആയി. അപ്പോൾ എ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എ വാല്യൂ എന്താണ്? -1 + 2i. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 2πi ഇൻറ്റു എഫ് ഓഫ് എ. എന്ന് പറഞ്ഞാൽ -1 + 2i. ഇതാണ് എനിക്കിതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു, എനിക്കിനി ഇത് വേണം, എഫ് ഓഫ് -1 + 2i വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് ഇസഡ് എൻ്റെ കയ്യിലുണ്ട്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് എഫ് ഓഫ് ഇസഡ്. ഇസഡ് + 4 ഡിവൈഡഡ് ബൈ ഇസഡ് + 1 + 2i. ഇതാണ് എഫ് ഓഫ് ഇസഡ്. എനിക്ക് എഫ് ഓഫ് -1 + 2i ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാമല്ലോ. ഇസഡിന് വരെ ഇനി എന്ത് റീപ്ലേസ് ചെയ്താൽ മതി? -1 + 2i കൊണ്ട് റീപ്ലേസ് ചെയ്യുക. +4 ഡിവൈഡഡ് ബൈ -1 + 2i +1 + 2i എന്ന് വരും. ഓക്കെ അല്ലേ? എന്തൊക്കെ വെട്ടാം? താഴെ ഒരു -1ഉം +1ഉം ക്യാൻസൽ ചെയ്യാം. മുകളിൽ 4ൽ നിന്ന് 1 കുറച്ച് 3 + 2i ഡിവൈഡഡ് ബൈ 2iയും 2iയും കൂട്ടി എന്താണ്? 4i. അത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താണ്? 3 + 2i ഡിവൈഡഡ് ബൈ 4i. അപ്പോൾ ഇനി എനിക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ആ ഐയും ഐയും തമ്മിൽ എനിക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലേ? ഒരു ഐയും ഐയും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് എന്താണ്? മുകളിലൊരു, ഇനി 2ഉം 4ഉം തമ്മിൽ വെട്ടാം. താഴെ 2 വരും. ഓക്കെ, മുകളിലൊരു പൈ ഉണ്ട്, 3 + 2i ഉണ്ട്. അപ്പോൾ 3 + 2i ഉണ്ട് ന്യൂമറേറ്ററിൽ, കൂടെ ഒരു പൈയും ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്താണ്? 2. ഇതാണ് ആൻസർ വരിക കേട്ടോ. 3 + 2i ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. 3 + 2i ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2 എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. യെസ്, 3 + 2i ഇൻറ്റു പൈ ബൈ 2 കറക്റ്റാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റിക്ക് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി സിമിലർ ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് integral sin pi z² plus cos pi z² by z minus 1 into z minus 2 dz, where c is mod z is equal to 3. c എന്ന് പറഞ്ഞ റീജൻ എന്താണ്? mod z is equal to 3 ആണ്. സോ നമുക്കിത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ തന്നെ റീജൻ എന്ന് വരച്ച് വയ്ക്കുക. mod z is equal to എന്ന് പറഞ്ഞാൽ സർക്കിൾ സെൻറ്റേഡ് അറ്റ് 0 ആൻഡ് റേഡിയസ് a ആണെന്നറിയാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ mod z is equal to 3 എന്ന് പറഞ്ഞാൽ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ളതും റേഡിയസ് 3യുമായിട്ടുള്ള സർക്കിളാണ് mod z is equal to 3 എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത എന്ത് ചെയ്യുക? സിംഗുലർ പോയിന്റ്സ് നോക്കാം. z minus 1 into z minus 2 is equal to 0. സെപ്പറേറ്റ് ആയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z minus 1 equal to 0, z minus 2 equal to 0. അവിടുന്ന് z is equal to 1 കിട്ടും, z is equal to 2 കിട്ടും. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ആണ്, 2 എന്നുള്ള പോയിന്റും ഇൻസൈഡാണ്. കാരണം ഇവിടെ 3 വരെ വരുന്നുണ്ടല്ലോ. 1ഉം ഇൻസൈഡ് ആണ്, 2ഉം ഇൻസൈഡ് ആണ്, 2 പോയിന്റും ഇൻസൈഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? പക്ഷേ എനിക്ക് അക്കോർഡിംഗ് ടു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഡിനോമിനേറ്ററിൽ ഒരു ഇൻസൈഡ് ഫാക്ടറേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇൻ്റഗ്രൽ സൈൻ പൈ z² പ്ലസ് കോസ് പൈ z², ആ ഫംഗ്ഷൻ ഞാൻ ഇങ്ങോട്ട് നിർത്തിയിട്ട് ഇൻറ്റു ഇങ്ങനെ എഴുതാണ് 1/z minus 1 into z minus 2 dz. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. 1 ഇൻറ്റു ന്യൂമറേറ്റർ ഇസ് ദ ന്യൂമറേറ്റർ ഇറ്റ് സെൽഫ്. ഇയാളെ ഞാനൊന്ന് മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ. ആ മാറ്റി നിർത്തിയ ആളെയാണ് ഞാൻ ഇനി സെപ്പറേറ്റ്ലി എടുത്ത് ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിടാം. ഈ 1ലേക്കാണ് എനിക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാണേ. 1 ഡിവൈഡഡ് ബൈ z minus 1 into z minus 2. ഇതിനെ ഞാൻ എങ്ങനെ എഴുതും? ഒരു a by z minus 1 പ്ലസ് b by z minus 2 എന്ന് എഴുതും. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്ററെ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നതെന്ന് പറഞ്ഞേ?
അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ വരുമ്പോൾ, അപ്പോൾ ഞാനത് ഇവിടെ വേണേൽ ചെറുതായിട്ടൊന്ന് എഴുതി കാണിക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ തന്നെ ന്യൂമറേറ്ററിലേക്ക് കൊടുക്കുക. Z-1 Z-2, അതായത് ഈ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രൂ ഔട്ട് ഈ കാണുന്ന Z-1 ഇൻറ്റു Z-2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവരും വെട്ടിപ്പോയിട്ട് ആൻസർ 1 ആവും. ഇസ് ഈക്വൽ ടു ഇവിടെ Z-1 പോയി കഴിഞ്ഞാൽ ബാക്കി A ഇൻറ്റു Z-2 ആവും. പ്ലസ് ഇവിടെ Z-2 പോയി കഴിഞ്ഞാൽ ബാക്കി B ഇൻറ്റു Z-1 ആവും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് ഈസി ആയിട്ട് എനിക്ക് വരാൻ പറ്റും. ഇതൊരു ഷോർട്ട് ട്രിക്കാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ക്രോസ് ചെയ്തിട്ട് വെട്ടുന്ന പരിപാടി വേണ്ട. ഇതാകുമ്പോൾ നേരിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ ലാഭിച്ച് ഇങ്ങോട്ട് വരാം. ഇനി എയും ബിയും നേരിട്ട് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. എയുടെ താഴെയുള്ള ഇസഡിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് Z-1 മാറ്റി നിർത്തി ഇസഡിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എ കിട്ടും. Z-2 മാറ്റി നിർത്തി ഇസഡിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ബിയും കിട്ടും. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇസഡിന് 1 കൊടുക്കുക. 1 കൊടുത്താൽ 1 - 1 0 ആവും. ഇപ്പോൾ ബി പോയിട്ട് എ കിട്ടും. ഇസഡിന് 2 കൊടുത്താൽ 2 - 2 0 ആവും. അപ്പം എ പോയിട്ട് ബി കിട്ടും. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് ചെയ്യുന്ന നോക്കുകയാണെ. പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 1. പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 1. ഇസഡിന് 1 കൊടുത്താൽ എന്താ വരുന്നത്? 1 ഇസ് ഈക്വൽ ടു 1 എ ഇൻറ്റു 1 - 2 അല്ലേ? 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 - 2 പ്ലസ് ബാക്കി ഞാൻ എഴുതണോ? 1 - 1 അല്ലേ ബിയുടെ അവിടെ വരിക, അത് ഞാൻ എഴുതുന്നില്ല കേട്ടോ. സോ 1 ഇസ് ഈക്വൽ ടു 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -a ആണ്. അവിടുന്ന് എ ഇസ് ഈക്വൽ ടു എന്തായി? -1. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി -1. ഇനി അടുത്ത് ഞാൻ എന്തോ ചെയ്യണ്ടേ? ഇസഡിന് 2 കൊടുക്കുക. അപ്പോൾ 2 - 2 0 ആയിപ്പോവും അല്ലേ? പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 2. ഇസഡിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? 1 തന്നെയാണ് ലെഫ്റ്റ് സൈഡ് വരിക. 1 ഇസ് ഈക്വൽ ടു, ഇനി നോക്കിക്കേ, 2 - 2 0 ആവും. ബാക്കി ബി ഇൻറ്റു 2 - 1 നോക്കിയാൽ പോരെ? ബി ഇൻറ്റു 2 - 1. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അതായത് ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ എ ഇസ് ഈക്വൽ ടു -1 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. ഇനി ആ വാല്യൂ ഞാൻ എന്ത് ചെയ്യുക? മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 1/Z-1 ഇൻറ്റു 1/Z-1 ഇൻറ്റു Z-2 ആയിരുന്നു എന്ത് വന്നിരുന്നത്? A/Z-1 പ്ലസ് B/Z-2 വന്നിരുന്നത്. ശരിയല്ലേ? എ എന്നുള്ളത് -1/Z-1 ആക്കും. പ്ലസ് ബി എന്നുള്ളത് 1/Z-2 ആക്കും. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക? ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി ഞാൻ 2 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുകയാണ്. ഈ 1/Z-1 ഇൻറ്റു Z-2 പകരം ഞാൻ ഇനി എന്ത് കൊടുക്കും? -1/Z-1 പ്ലസ് 1/Z-2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ചോദ്യം എങ്ങനെ മാറുന്നതെന്ന് നോക്കിയാണേ. ഇൻ്റഗ്രൽ അവിടെ sin πz² പ്ലസ് cos πz² അവിടെ തന്നെ ഉണ്ട്. sin πz² പ്ലസ് cos πz² അവിടെ തന്നെ ഉണ്ട്. cos πz². ബാക്കി ആ 1/Z-1 ഇൻറ്റു Z-2, 1/Z-1 ഇൻറ്റു Z-2 വരെ ഇപ്പോൾ കിട്ടിയ വാല്യൂ -1/Z-1 പ്ലസ് 1/Z-2 dz. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരുമെന്ന് പറഞ്ഞേ. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഈ സാധനം നേരെ ന്യൂമറേറ്ററിലേക്ക് വരും. ഒരു മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം എഴുതാൻ. ബാക്കി വരുന്ന എന്താണ്? sin πz² പ്ലസ് cos πz². ഇനി ഹോൾ ബൈ എന്തുണ്ട്? Z-1 ഉണ്ട്. ഇനി അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും 1 ഇൻറ്റു sin πz² പ്ലസ് cos πz² എന്ന് പറഞ്ഞാൽ sin πz² പ്ലസ് cos πz² ഡിവൈഡഡ് ബൈ എന്താണ്? Z-2. ഓക്കെ, ഇത്രയും എന്താണ്? dz. അപ്പം ഇങ്ങനെ മാറ്റി കിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഇനി എന്ത് ചെയ്യുക? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സൈഡിലും സെപ്പറേറ്റ്ലി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കാരണം താഴെ Z-a വന്നാൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമുക്കറിയാം. അപ്പോൾ ഞാനത് ആദ്യമേ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്, അതിനൊരു മാർക്ക് കിട്ടുന്നതാണ്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ f of z ഡിവൈഡഡ് ബൈ
z minus a dz is equal to 2 pi I into f of a. 2 pi I into f of a. അപ്പോൾ ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇതിനൊരു 1 മാർക്ക് ഉണ്ട്. എ ലൈസ് ഇൻസൈഡ് സി എന്ന് എഴുതണേ. എ ലൈസ് എവിടെയാണ്? ഇൻസൈഡ് സി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 2 pi I ഇൻറ്റു എഫ്, ഒരു മൈനസ് ഉണ്ട്, 2 pi, രണ്ടുപേരും ഇൻസൈഡ്, അപ്പോൾ ധൈര്യമായിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇവിടെ പ്ലസ്, ഇവിടെ വരുന്നത് 2 pi I ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. അപ്പോൾ മോളിൽ കാണുന്നതാണ് കറസ്പോണ്ടിങ് എഫ് ഓഫ് ഇസഡുകൾ, ശരിയല്ലേ? അപ്പോൾ അവിടേക്ക് 1ഉം 2ഉം കൊടുത്താൽ മതി. 2 pi I ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ സൈൻ പൈ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ പൈ, പ്ലസ് കോസ് പൈ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് പൈ, അതായി. പ്ലസ് 2 pi I ഇൻറ്റു എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആ ഇസഡ് മൈനസ് 2ൻ്റെ മേളിൽ ഇസഡിന് 2 കൊടുക്കുക. സൈൻ പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ത് വരും? സൈൻ 4 പൈ വരും, അല്ലേ? 2 സ്ക്വയർ 4 ആണ്. ഇവിടെ മുകളിൽ കൊടുക്കുമ്പോൾ കോസ് പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ത് വരും? കോസ് 4 പൈ. ഓക്കെ, സോ 2 pi I ഇൻറ്റു, ഇനി നിങ്ങൾ നേരെ കാൽക്കുലേറ്റർ എടുക്കുക. സൈൻ എൻ പൈ 0 ആണ്, അപ്പോൾ ഇത് 0 ആയി. കോസ് പൈ -1. കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി, സംശയം ഉണ്ടെങ്കിൽ റേഡിയൻ മോഡ് ഇട്ടിട്ട് വേണം നോക്കാൻ. 2 pi I ഇൻറ്റു സൈൻ എൻ പൈ 0 ആണ്, അപ്പോൾ ഇത് 0 ആയി. കോസ് എൻ പൈ, ഇവിടെ ഒരു പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നേ, എസ്. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1/n ആണ്, അപ്പോൾ -1/4 എന്ന് പറഞ്ഞാൽ അത് +1 വരും. ഓക്കെ, അപ്പോൾ -2 pi I ഇൻറ്റു 0 - I -1 അല്ലെ, -2 pi I ഇൻറ്റു -1 പ്ലസ് 2 pi I ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 pi I, -2 pi I ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ പ്ലസ് 2 pi I പ്ലസ് 2 pi I. 2 pi I യും 2 pi I യും തമ്മിൽ കൂട്ടിയാൽ ആൻസർ എന്ത് വരും? 4 pi I ആണ് ആൻസർ വരും, അല്ലേ? 2 pi I പ്ലസ് 2 pi I എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ് വരിക? 4 pi I ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, 7 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇപ്പോൾ 2 ഫാക്ടേഴ്സും ഇൻസൈഡ് ആണെങ്കിൽ വി നീഡ് ടു ഗോ വിത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ. ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമാണ് ഇൻസൈഡ് വരുന്നതെങ്കിൽ ഔട്ട്സൈഡ് ഫാക്ടറിനെ നേരെ ന്യൂമറേറ്ററിലേക്ക് വിടുക. അങ്ങനത്തെ ക്വസ്റ്റനാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് നിൽക്കട്ടെ, ഇത്രയും ക്വസ്റ്റ്യൻ നിൽക്കട്ടെ. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.